ക്യാമറ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടാ നിനക്കൊക്കെ? ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അനിൽ ബാലചന്ദ്രൻ്റെ ട്രെയിനിങ്ങിൽ ബിസിനസ്സുകാരെ തെണ്ടികളെന്ന് വിളിച്ചതും ബിസിനസ്സുകാർ കൃത്യസമയത്ത് പ്രതികരിച്ചതും അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ബഹിഷ്കരിച്ചതും നമ്മൾ കണ്ടു. അനിൽ ബാലചന്ദ്രനെ ന്യായീകരിക്കാനോ വിമർശിക്കാനോ അല്ല ഞാനിവിടെ വന്നത്. അദ്ദേഹം ചെയ്തത് 100% തെറ്റ് തന്നെയാണ്. അഹങ്കാരം തലയിൽ കയറിയാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. ഒരു ട്രെയിനറുടെ വായിൽ നിന്നും ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ് അനിലിൻ്റെ വായിൽ നിന്നും വന്നത്. എന്നാൽ അതല്ല എന്നെ വിഷമിപ്പിച്ച കാര്യം. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പലരും വീഡിയോ ഇറക്കുകയും ഒന്ന് പറഞ്ഞ് രണ്ടാമത് ട്രെയിനർമാരെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതുമാണ് കാണുന്നത്. വെറുതെ വായിട്ടിളക്കി ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന വിരുദ്ധന്മാരാണ് ട്രെയിനർമാർ. ഇവർ ഒരു ബിസിനസ്സും ചെയ്യാതെ ബിസിനസ്സുകാരെ ബിസിനസ് പഠിപ്പിക്കാൻ നടക്കുന്ന വിവരമില്ലാത്തവരാണ് എന്ന് വേറൊരാൾ. ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ തള്ളിവിട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാർ ട്രെയിനർമാരാണ് എന്നാണ്. എന്താണ് ഈ മോട്ടിവേഷൻ സ്പീക്ക് എന്നതുമാണ്. ലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പായി മാറിയിരിക്കുകയാണ് ട്രെയിനിങ്ങും മോട്ടിവേഷൻ. രണ്ടാണ്. സുഹൃത്തുക്കളെ, ഒരാൾ ഒരു ഊളത്തരം ചെയ്താൽ അദ്ദേഹത്തെ വിമർശിക്കാം, പറയാം. എന്നാൽ ആ വർഗത്തെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ? എല്ലാ വിഭാഗത്തിലും നല്ലതും മോശവുമുണ്ട്, തട്ടിപ്പുകാരും അല്ലാത്തവരുമുണ്ട്. മാധ്യമപ്രവർത്തകരിൽ ഒരാൾ വേറൊരാളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയാൽ എല്ലാ മാധ്യമപ്രവർത്തകരും തട്ടിപ്പുകാരാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞവൻ്റെ വിവരമില്ലായ്മ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇത്തരത്തിൽ വായിൽ തോന്നുന്നത് പറയാൻ നമുക്ക് എളുപ്പമാണ്. സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുന്നതിനും പെരുമയ്ക്കും വേണ്ടിയാണ് എന്നറിയാം. എന്നാലും ഇത് കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കപ്പെടില്ലേ? കൂടാതെ ഒരാൾ പറഞ്ഞത് അനിൽ ബാലചന്ദ്രനോട് അസൂയയുള്ള ട്രെയിനർമാർ ചെയ്ത പാരപണിയാണിതെന്ന്. ഇത്തരം വൃത്തികെട്ട സംസാരം നടത്തുന്നവർ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഒരു പ്രൊഫഷണൽ ട്രെയിനറായി വിജയിക്കണമെങ്കിൽ എത്രമാത്രം എഫേർട്ട് ഉണ്ട്, കഠിന ശ്രമം ഉണ്ട് എന്നുള്ളത്. ഓരോ മാസവും 100 കണക്കിന് ആളുകൾ ട്രെയിനേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട്. എന്നാൽ എത്ര പേർ അതിൽ വിജയിക്കുന്നുണ്ട്, ട്രെയിനർമാരാകുന്നുണ്ട്? 10% പോലുമില്ല. ഒരു ട്രെയിനറായി കഴിഞ്ഞതിന് ശേഷം അതിലൂടെ കൂടുതൽ വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിലുപരി സ്വയം ഒരു വ്യക്തിത്വ വളർച്ചയാണ് മിക്കവരും ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ജീവിതത്തിലൊരു മാറ്റം, സന്തോഷകരമായ ഒരു ജീവിതം, അതാണ് പലരുടെയും ലക്ഷ്യം. പങ്കെടുക്കുന്നവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നവരാണ് പരിശീലകർ. 95% ട്രെയിനർമാരും ഇതിലൂടെ ഉയർന്ന വരുമാനം ആഗ്രഹിക്കുന്നതിലപ്പുറം ചെയ്യുന്ന പ്രവൃത്തിയിൽ റിസൾട്ട് ആഗ്രഹിക്കുന്നവരാണ്. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റമുണ്ടാക്കുന്ന വേറെ ഒരു മേഖലയും ഇന്നില്ല. കുട്ടികൾക്ക് പഠിക്കാൻ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു, നല്ലൊരു രക്ഷിതാവാകുന്നതിന് വേണ്ടുന്നത് പറഞ്ഞു കൊടുക്കുന്നു, എങ്ങനെ ഒരു നല്ല കുടുംബബന്ധം ഊട്ടി ഉറപ്പിക്കാം എന്നും ബിസിനസ് വളർച്ച എങ്ങനെ ഉണ്ടാക്കാമെന്നും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും എങ്ങനെ നല്ല ലീഡറാകാനെന്നും പഠനങ്ങൾ നടത്തി പറഞ്ഞു കൊടുക്കുന്നവരാണ് ട്രെയിനർമാർ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാകാൻ, മനുഷ്യ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവരാണ് പരിശീലകർ. ഇത്തരം കാര്യങ്ങൾ പങ്കെടുക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കാൻ എത്രമാത്രം റിസർച്ച്, പഠനങ്ങൾ നടത്തണമെന്ന് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ട്രെയിനറോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു നല്ല ട്രെയിനർ ഒരിക്കലും ഇത്തരം ഊളത്തരം കാണിക്കില്ല. അപൂർവം ചില കള്ളനാണയങ്ങൾ ഉണ്ടാകാം, എന്നാലും ജനറലൈസ് ചെയ്യരുത്. ഒരു തക്കാളിക്കൂടയിലെ ഒരു തക്കാളി കെട്ടുപോയതാണെങ്കിൽ ആ കൂട തക്കാളി മുഴുവൻ മോശമാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് നല്ലതും മോശവും തിരിച്ചറിയുവാൻ കഴിയണം. ഒരാൾക്കും മറ്റൊരാളെ നന്നാക്കാൻ കഴിയില്ല, എന്നാൽ നമുക്ക് സ്വയം നന്നാകാൻ പറ്റും. അതുമാത്രമേ സാധിക്കൂ. നമ്മൾ സ്വയം നന്നാകുന്നതിലൂടെ നമ്മുടെ ചുറ്റുപാടും നന്നാവും എന്നതാണ് സത്യം. അനിൽ ബാലചന്ദ്രൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് മുഴുവൻ ട്രെയിനർമാർക്കും ഒരു പാഠമാണ്.